അത്യുന്നതനായ ദൈവത്തിൻ്റെ ഉന്നതമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കാലക്രമം അനുസരിച്ചുള്ളതായ ബൈബിൾ വായനയിൽ ഇന്ന് വീണ്ടും 1 ശമൂവേലിൻ്റെ ചരിത്ര വിവരണത്തിൽ നിന്ന് അല്പസമയം മാറി സങ്കീർത്തന പുസ്തകത്തിലേക്ക് കടക്കുകയാണ്. ഇന്നത്തെ വായനാഭാഗം സങ്കീർത്തനങ്ങൾ 17, 35, 54, 63 എന്നിവയാണ്. ക്രമം അനുസരിച്ചുള്ള വായനയിൽ നിന്ന് വ്യതിചലിക്കുകയല്ല, മറിച്ച് കൂടുതൽ ആഴത്തിൽ വചനഭാഗങ്ങൾ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമമാണ്. ഇത് ദാവീദിൻ്റെ ജീവിതകഥയിലെ ഒരു ഇടവേളയല്ല, മറിച്ച് അതേ കഥയെ മറ്റൊരു ദൃഷ്ടികോണിൽ നിന്ന് കാണുന്നതാണ്. 1 ശമൂവേലിൽ ദാവീദ് പുറമേ എന്തെല്ലാം അനുഭവിച്ചു എന്ന് പറയുന്നു. സങ്കീർത്തനങ്ങൾ ദാവീദ് ഉള്ളിൽ എന്തെല്ലാം അനുഭവിച്ചു എന്ന് വെളിപ്പെടുത്തുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ദാവീദിൻ്റെ കാൽപ്പാടുകൾ രേഖപ്പെടുത്തുമ്പോൾ സങ്കീർത്തനങ്ങൾ അവൻ്റെ ഹൃദയമിടിപ്പാണ് രേഖപ്പെടുത്തുന്നത്. ശമൂവേൽ ദാവീദ് ഗുഹകളിൽ ഒളിച്ചിരുന്നുവെന്ന് കാണിക്കുന്നു. സങ്കീർത്തനങ്ങൾ ആ ഗുഹകളിൽ അവൻ എന്ത് പ്രാർത്ഥിച്ചു എന്ന് വെളിപ്പെടുത്തുന്നു. 1 ശമൂവേൽ 25 മുതൽ 27 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ഇതിനകം തന്നെ അനേകം വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ശമൂവേൽ മരണമടഞ്ഞു. നാബാലിൻ്റെ മരണശേഷം അബീഗയിൽ ദാവീദിൻ്റെ ഭാര്യയായി. ശൗൽ ഇപ്പോഴും ദാവീദിനെ പിന്തുടരുന്നു. ദാവീദ് പലവട്ടം അപകടങ്ങളിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെടുന്നു. ഒടുവിൽ നിരാശയും ക്ഷീണവും നിറഞ്ഞ അവസ്ഥയിൽ ദാവീദ് ഫെലിസ്ത്യരുടെ ദേശമായ സിക്ലാഗിൽ അഭയം പ്രാപിക്കുന്നു. 1 ശമൂവേൽ 28 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ശൗലിൻ്റെ ജീവിതത്തിലെ ദുഃഖകരമായ അവസാന അധ്യായങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് തിരുവെഴുത്ത് നമ്മെ ഒരു നിമിഷം നിർത്തി ദാവീദിൻ്റെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കാൻ അനുവദിക്കുന്നു. ജീവിതത്തിലെ മരുഭൂമിയിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വിശ്വാസി എങ്ങനെ ആത്മീയമായി നിലനിൽക്കുന്നു എന്ന് ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ സങ്കീർത്തനങ്ങളിലെയും കൃത്യമായ രചനാസമയം ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും ഇവ ദാവീദിൻ്റെ മരുഭൂമി ജീവിതത്തിലെ വികാരങ്ങളെയും അനുഭവങ്ങളെയും അതിമനോഹരമായി പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർത്തനം 17 ദാവീദ് ഒരു നിലവിളിയോടെയാണ് ആരംഭിക്കുന്നത്. യഹോവേ, ന്യായത്തെ കേൾക്കണമേ. അവൻ ശത്രുക്കളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. വ്യാജാരോപണങ്ങൾ, തെറ്റിദ്ധാരണകൾ, വന്യമൃഗത്തെ പോലെ വേട്ടയാടുന്ന അവസ്ഥ, ഇതെല്ലാം ശൗലിൽ നിന്ന് ഓടിപ്പോയിരുന്ന ദാവീദിൻ്റെ ജീവിതവുമായി വളരെ യോജിച്ച് നിൽക്കുന്നു. ദാവീദ് ആദ്യം ദൈവത്തോട് ശത്രുക്കളെ നശിപ്പിക്കണമെന്നല്ല അപേക്ഷിക്കുന്നത്. ആദ്യം അവൻ പറയുന്നത്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്തു, രാത്രിയിൽ എന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. എത്ര വലിയ ആത്മീയ പക്വത! പലരും പ്രാർത്ഥിക്കുന്നത് കർത്താവെ അവരെ പരിശോധിക്കണമേ എന്നാണ്. എന്നാൽ ദാവീദ് പ്രാർത്ഥിക്കുന്നത് കർത്താവെ എന്നെ പരിശോധിക്കണമേ എന്നാണ്. നമ്മുടെ സാഹചര്യങ്ങൾ മാറ്റുന്നതിന് മുമ്പ് ദൈവം പലപ്പോഴും നമ്മുടെ സ്വഭാവത്തെ മാറ്റുകയാണ് ചെയ്യുന്നതെന്ന് ദാവീദ് മനസ്സിലാക്കിയിരുന്നു. ദുഷ്ടന്മാർ സമ്പന്നരും ശക്തരുമാണ്. ഭൂമിയിലെ നിക്ഷേപങ്ങളിൽ അവർ സംതൃപ്തരാണ് എന്ന് ദാവീദ് പറയുന്നു. എന്നാൽ അതിനുശേഷം തിരുവെഴുത്തിലെ ഏറ്റവും മഹത്തായ പ്രഖ്യാപനങ്ങളിൽ ഒന്ന് വരുന്നു. എന്നാൽ ഞാൻ നീതിയിൽ നിൻ്റെ മുഖം ദർശിക്കും, ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട് തൃപ്തനാകും. ലോകം സമ്പത്തിനെ അന്വേഷിക്കുന്നു, ദാവീദ് ദൈവസാന്നിധ്യത്തെ അന്വേഷിക്കുന്നു. ദുഷ്ടന്മാർ താൽക്കാലിക അനുഗ്രഹങ്ങളിൽ തൃപ്തരാകുന്നു, ദാവീദ് ദൈവത്തോടുള്ള നിത്യ സാഹചര്യത്തെയാണ് ആഗ്രഹിക്കുന്നത്. ഇത് വിശ്വാസിയുടെ അന്തിമ പ്രത്യാശയെ മുൻകൂട്ടി കാണിക്കുന്നു. ഭൗതിക കഷ്ടങ്ങളിൽ നിന്ന് മോചനം മാത്രമല്ല, ദൈവത്തോടുള്ള പൂർണ്ണമായ നിത്യ സാഹചര്യമാണ് നമ്മുടെ ലക്ഷ്യം. സങ്കീർത്തനം 35 ദാവീദിൻ്റെ ഏറ്റവും ശക്തമായ പ്രതികാര പ്രാർത്ഥനകളിൽ ഒന്നാണ്. ദാവീദ് പ്രാർത്ഥിക്കുന്നു, യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് നീ വാദിക്കണമേ. ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ദാവീദ് വ്യക്തിപരമായി പ്രതികാരം ചെയ്യുന്നില്ല. പകരം തൻ്റെ യുദ്ധം മുഴുവൻ ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. 1 ശമൂവേലിൽ നാം വീണ്ടും വീണ്ടും കാണുന്നതും ഇതുതന്നെയാണ്. ശൗലിനെ കൊല്ലാനുള്ള നിരവധി അവസരം ലഭിച്ചിട്ടും ദാവീദ് അതൊരിക്കലും ചെയ്തില്ല. ശൗലിനെതിരെ താൻ പോരാടുന്നതിന് പകരം ദൈവം തനിക്ക് വേണ്ടി പോരാടണമെന്ന് അവൻ അപേക്ഷിച്ചു. സങ്കീർത്തനം 35 നമ്മെ പഠിപ്പിക്കുന്നത് ആത്മീയ പോരാട്ടം ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് മുൻപ് പ്രാർത്ഥനയിൽ ആരംഭിക്കുന്നു എന്നതാണ്. ദാവീദ് വഞ്ചന അനുഭവിച്ചു. ഒരിക്കൽ സ്നേഹിച്ചവർ അവന് നന്മയ്ക്ക് പകരം തിന്മയാണ് ചെയ്തത്. താൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചവർ തന്നെ തൻ്റെ കഷ്ടതയിൽ സന്തോഷിച്ചു. ഇത് ഓരോ ക്രിസ്ത്യാനിക്കും എത്ര പ്രസക്തമാണ്. നമ്മുടെ ഏറ്റവും ആഴത്തിലുള്ള മുറിവുകൾ പലപ്പോഴും അപരിചിതരിൽ നിന്നല്ല, ഒരിക്കൽ വിശ്വസിച്ചവരിൽ നിന്നാണ് വരുന്നത്. എന്നിട്ടും ദാവീദ് കൈക്കൊണ്ടത് കയ്പല്ല,
പ്രാർത്ഥനയായിരുന്നു. ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ നീതി വൈകുന്നത് പോലെ തോന്നിയാലും അതൊരിക്കലും ഇല്ലാതാകുന്നില്ല എന്നതാണ്. സങ്കീർത്തനം 54 മറ്റ് പല സങ്കീർത്തനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ സങ്കീർത്തനം അതിൻ്റെ ചരിത്ര പശ്ചാത്തലം തന്നെ വ്യക്തമാക്കുന്നു. സീഫ്യർ ദാവീദിൻ്റെ ഒളിത്താവളം ശൗലിനോട് അറിയിച്ചപ്പോൾ ആണ് ഇത് രചിക്കപ്പെട്ടത്. എന്നാൽ അതിൻ്റെ ആത്മാവ് ദാവീദിൻ്റെ മുഴുവൻ മരുഭൂമി ജീവിതത്തിലും തുടർന്നു. കാരണം വഞ്ചന ഒരിക്കലും അവസാനിച്ചില്ല. ദാവീദ് പറയുന്നു, അന്യജാതിക്കാർ എനിക്കെതിരെ എഴുന്നേറ്റിരിക്കുന്നു. വിരോധാഭാസം എന്തെന്നാൽ അവർ വിദേശികളായിരുന്നില്ല, അവർ സ്വന്തം ഇസ്രായേലിയരായിരുന്നു. സ്വന്തം ആളുകളിൽ നിന്നുള്ള വഞ്ചനയാണ് ഏറ്റവും കൂടുതൽ നമ്മെ വേദനിപ്പിക്കുന്നത്. ദാവീദിൻ്റെ ആത്മവിശ്വാസം ഒരു ലളിത സത്യത്തിലാണ് അധിഷ്ഠിതമായിരുന്നത്. ഇതാ ദൈവം എനിക്ക് സഹായകനാകുന്നു. അവൻ പറഞ്ഞില്ല എൻ്റെ സൈന്യമാണ് എൻ്റെ സഹായം, അല്ലെങ്കിൽ എൻ്റെ പ്രശസ്തിയാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വാധീനമാണ്. അവൻ്റെ ഏക ആശ്രയം ദൈവം മാത്രമായിരുന്നു. ആത്മീയ പക്വതയുടെ ഏറ്റവും വലിയ അടയാളങ്ങളിൽ ഒന്ന് ദൈവം മാത്രം മതിയെന്ന് തിരിച്ചറിയുന്നതാണ്. പുറമേ നോക്കുമ്പോൾ ദാവീദിന് ഒന്നുമില്ലായിരുന്നു, എന്നാൽ ഉള്ളിൽ അവനെല്ലാം ഉണ്ടായിരുന്നു. കാരണം അവന് ദൈവമുണ്ടായിരുന്നു. മരുഭൂമിയിൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിൽ 63-ാമത്തെ സങ്കീർത്തനം ഏറ്റവും ഉന്നതമായത് ആയിരിക്കാം. ഇതിൻ്റെ തലക്കെട്ട് പറയുന്നു, യഹൂദ മരുഭൂമിയിലിരിക്കുമ്പോൾ ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമെന്ന്. ഇത് ശൗലിൽ നിന്ന് ഓടിപ്പോയ കാലത്തെയോ പിന്നീട് അബ്ശാലോമിൽ നിന്ന് ഓടിപ്പോയ കാലത്തെയോ സൂചിപ്പിച്ചേക്കാം. ഏതായാലും മരുഭൂമിയിലെ അതേ ആത്മീയ അനുഭവമാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നത്. ദാവീദ് ആരംഭിക്കുന്നു, ദൈവമേ നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ അധികാലത്ത് നിന്നെ അന്വേഷിക്കും. അവൻ എന്താണ് പറയാത്തത് എന്ന് ശ്രദ്ധിക്കുക. ആദ്യം ഭക്ഷണത്തിന് വേണ്ടി അവൻ അപേക്ഷിക്കുന്നില്ല, സുരക്ഷയ്ക്ക് വേണ്ടിയും അപേക്ഷിക്കുന്നില്ല. ആദ്യം അവൻ അന്വേഷിക്കുന്നത് ദൈവത്തെ തന്നെയാണ്. അവൻ്റെ ഏറ്റവും വലിയ ദാഹം മരുഭൂമിയിലെ വെള്ളത്തിനായിരുന്നില്ല, ദൈവ സാന്നിധ്യത്തിനായിരുന്നു. എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എത്ര അത്ഭുതകരമായ വാക്കുകൾ! മരുഭൂമി ദാവീദിനെ കയ്പുള്ളവനാക്കിയില്ല, ദൈവത്തിനു വേണ്ടി ദാഹിക്കുന്നവനാക്കി. പലപ്പോഴും ദൈവം ഭൗതിക സൗകര്യങ്ങൾ നീക്കിക്കളയുന്നത് സ്വർഗീയ സംതൃപ്തി നമുക്ക് കണ്ടെത്തുവാനാണ്. തുടർന്ന് ഏറ്റവും മനോഹരമായ വാക്യങ്ങളിൽ ഒന്ന് വരുന്നു, നിന്റെ ദയ ജീവനേക്കാൾ നല്ലത്. ജീവനേക്കാൾ വിലയേറിയതാണ് ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹം എന്ന് ദാവീദ് പ്രഖ്യാപിക്കുന്നു. അതാണ് യഥാർത്ഥ ആരാധന. ജീവിതം സുഖകരമായതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നതല്ല, ദൈവം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ നിധി എന്നതിനാൽ അവനെ സ്നേഹിക്കുന്നതാണ്. ഗുഹകളിൽ ഒളിച്ചിരുന്നപ്പോഴും ദാവീദ് പറയുന്നു, എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. എങ്ങനെ? സാഹചര്യങ്ങൾ മാറിയതുകൊണ്ടല്ല, ദൈവസാന്നിധ്യം അവനെ സംതൃപ്തനാക്കിയത് കൊണ്ടാണ്. മരുഭൂമി ഒരു വിശുദ്ധ മന്ദിരമായി മാറി, ഗുഹ ഒരു ആരാധനാലയമായി മാറി, ഒളിച്ചോടുന്ന അഭയാർത്ഥി ഒരു യഥാർത്ഥ ആരാധകനായി മാറി. കാലക്രമത്തിൽ നോക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ 1 ശമൂവേൽ 25-ാം അധ്യായം മുതൽ 27 വരെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദാവീദിൻ്റെ ജീവിതത്തിലെ ആത്മീയവും വൈകാരികവുമായ ലോകത്തെ മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കുന്നു. 1 ശമൂവേൽ 28 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളിൽ ശൗലിൻ്റെ ദുഃഖകരമായ അവസാനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആത്മീയമായി ദാവീദ് എങ്ങനെ നിലനിന്നു, ശൗൽ എങ്ങനെ തകർന്നു വീണു എന്നതിൻ്റെ കാരണം തിരുവെഴുത്ത് നമുക്ക് കാണിച്ചു തരുന്നു. ശൗലിന് സിംഹാസനമുണ്ടായിരുന്നു, പക്ഷേ ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു. ദാവീദിന് സ്വന്തം ഭവനം നഷ്ടപ്പെട്ടു, എന്നാൽ ദൈവസാന്നിധ്യം നിലനിന്നു. ശൗൽ സ്വന്തം ശക്തിയെയും ഭയത്തെയും ആശ്രയിച്ചു. ഒടുവിൽ ഒരു ആഭിചാരണയുടെ അടുക്കൽ ഉപദേശം തേടാൻ പോലും പോയി. എന്നാൽ ദാവീദ് പ്രാർത്ഥനയെയും ആരാധനയെയും ദൈവവചനത്തെയും കൂടുതൽ ആശ്രയിച്ചു. 1 ശമൂവേലിൻ്റെ അവസാന അധ്യായങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഒരു രാജാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു, മറ്റൊരു രാജാവ് ദൈവത്താൽ രൂപപ്പെടുത്തപ്പെടുന്നു. മരുഭൂമി ദാവീദിൻ്റെ രാജത്വത്തെ വൈകിപ്പിക്കുകയായിരുന്നില്ല, അതിനവനെ ഒരുക്കുകയായിരുന്നു. ഈ സങ്കീർത്തനങ്ങൾ ഓരോ വിശ്വാസിയുടെയും ജീവിതത്തിൽ മരുഭൂമി കാലങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. തെറ്റിദ്ധാരണകൾ, വഞ്ചനകൾ, അനീതി, ഏകാന്തത, ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾ, ദീർഘമായ കാത്തിരിപ്പുകൾ, ഇവയെല്ലാം നമ്മളും നേരിടേണ്ടി വരും. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് വൈകുന്നു എന്ന് ദാവീദിനെ പോലെ നാമും ചിലപ്പോൾ ചോദിച്ചേക്കാം. എന്നാൽ ദൈവ പൈതലിൻ്റെ ജീവിതത്തിലെ മരുഭൂമി ഒരിക്കലും പാഴാകുന്നില്ല. ദൈവം നമ്മിലൂടെ തൻ്റെ മഹത്തായ പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപ് നമ്മിൽ തൻ്റെ ഏറ്റവും ആഴത്തിലുള്ള പ്രവൃത്തി നടത്തുന്നു. പ്രാർത്ഥന എന്നത് നമ്മുടെ സാഹചര്യങ്ങൾ മാത്രം മാറ്റുവാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നതല്ല എന്നും ഈ സങ്കീർത്തനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനായി കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ദാവീദ് ഒരു ഇടയനായാണ് മരുഭൂമിയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ ദൈവഹൃദയാനുസാരിയായ ഒരു മനുഷ്യനായിട്ടാണ് അവൻ അവിടെ നിന്ന് പുറത്തു വന്നത്.
അതുപോലെ തന്നെ ദൈവം തൻ്റെ ജനത്തെ വലിയ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നതിന് മുൻപ് മറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിൽ അവരെ ഒരുക്കുന്നു. നമ്മുടെ ഗുഹകൾ പാഠശാലകളാകാം, നമ്മുടെ മരുഭൂമികൾ വിശുദ്ധ മന്ദിരങ്ങളാകാം. നമ്മുടെ കാത്തിരിപ്പിൻ്റെ കാലങ്ങൾ ദൈവത്തെ ഏറ്റവും ആഴത്തിൽ അറിയുന്ന സമയങ്ങളായി മാറാം. ഇന്ന് ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ ഇവയാണ്. എൻ്റെ മരുഭൂമി കാലങ്ങളിൽ ഞാൻ എൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാണോ കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതോ ആ സാഹചര്യങ്ങളിലൂടെ ദൈവത്തെ കൂടുതൽ ആഴത്തിൽ അറിയാനാണോ? വഞ്ചനയും അനീതിയും എതിർപ്പും നേരിടുമ്പോൾ ഞാൻ വ്യക്തിപരമായ പ്രതികാരം അന്വേഷിക്കുകയാണോ, അതോ എൻ്റെ കാര്യം ദൈവത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണോ? ദാവീദിനെ പഠിപ്പിച്ചതുപോലെ മരുഭൂമി വിശ്വാസം ശുദ്ധീകരിക്കപ്പെടുകയും സ്വഭാവം രൂപപ്പെടുകയും ദൈവം മാത്രം മതിയെന്ന് ഹൃദയം പഠിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ശില്പശാലയാണെന്ന് നമ്മെയും കർത്താവ് പഠിപ്പിക്കട്ടെ. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.